എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. 11ാം ദിവസത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട രാവിലെ തന്നെ വലയിൽ നമുക്കൊരു 5-6 വറ്റ കിട്ടിയിരുന്നു. ഒരുമിച്ചാണ്ട് വന്ന് ചില മീനുകൾ കയറാൻ നേരത്ത് കൂട്ടത്തോടെ വരോട്ടാ. അപ്പം നമ്മുടെ രമേശണ്ണനാണ് ഇന്ന് മീൻ വെട്ടിക്കൊടുക്കുന്നത്. കാരണം നാഗരാജണ്ണന് വെട്ടാനായിട്ട് അത്രയ്ക്ക് മരിങ്ങില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് രമേശണ്ണൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞ് നല്ല കിഡിലൻ വറ്റ, നല്ല ഫ്രഷ് സാധനം രാവിലെ തന്നെ നമ്മൾ കറി വയ്ക്കുകയും വറക്കുകയും ചെയ്യാൻ പോയിട്ടുണ്ട് രാവിലെ. പതിവ് പോലെ തന്നെ പച്ചമുളകും സവാളയും തക്കാളിയും അതുപോലെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് തേങ്ങ അരച്ചതും കൂടി നേരെ മിക്സ് ചെയ്യണ്. ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീൻ കറിയിലും തേങ്ങ അരച്ച് ചേർക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച ചില കറികൾ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ കിച്ചൺ കേട്ടോ. ചെറിയൊരു പലചരക്കട പോലെ ഉണ്ടല്ലേ. ഇതിനകത്തേക്ക് നേരെ കുളമ്പ് മസാല എന്ന് പറയുന്ന ഒരു പാക്കറ്റ്, അതാണ് നമ്മുടെ ഫിഷ് മസാല ഉണ്ടത്. അത് ഒരു കുളമ്പ് മസാല എന്ന് പറയുന്നത്. ആ മസാല പാക്കറ്റും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമുണ്ട് നേരെ അടുപ്പത്തേക്ക് കയറ്റി വെക്കണത്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ പാക്കറ്റ് നിങ്ങൾ നേരെ കടലിലേക്കാണ് കളയണമെന്ന്. ഒരിക്കലും കടലിലേക്കല്ല കളയണത്. ഈ പാക്കറ്റെല്ലാം ചെറിയൊരു കവറിനകത്ത് എടുത്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ വരാൻ നേരത്തെ തിരിച്ച് ഹാർബറിൽ തിരിച്ചു കൊണ്ടോ കൊടുക്കേണ്ടതാണ്. ഗ്യാസ് കത്തിച്ച് നേരെ മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും തിള വരുമ്പോഴേക്കും മീൻ നമ്മൾ വെട്ടി പീസാക്കി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കടലിലേക്ക് കൊണ്ടുപോവേണ്ട. അപ്പോൾ ഇതിനകത്ത് ഒരു ദിവസം ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെല്ലാം അതുപോലെ തന്നെയുണ്ട്. ബാത്റൂമിൽ പോകണൊഴികേട്ടാ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്പെഷ്യൽ സീ ഫുഡുകൾ കാണാൻ പറ്റും. അതുപോലെ മീൻപിടുത്തങ്ങൾ കാണാൻ പറ്റും. പല പല മീനുകളൊക്കെ കാണാൻ പറ്റൂടാ. അപ്പോൾ മിച്ചം വന്ന കുറച്ച് കഷ്ണം നമ്മൾ വറക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വറ്റയെന്ന് വെച്ച് കഴിഞ്ഞാൽ വറക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. അതുമാത്രമല്ല ഇവരുടെ വറവൽ, അതായത് മീൻ വറവൽ അല്ലെങ്കിൽ മീൻ പൊരിക്കൽ എന്ന് പറയൂര്, അതൊരു വേറെ ലെവൽ തന്നെയാണ്. കാരണം നല്ല ചിക്കൻ 65 എങ്ങനെയാണ് വറുത്ത് നമുക്ക് തന്നെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. മീനിന് ആ ഒരു മസാലയൊക്കെ ഇടുമ്പോൾ പറയണ്ട. അപ്പം നേരെ നമുക്ക് മീൻ വറക്കാനായിട്ട് പോകട്ടെ. അപ്പോൾ അതെ, കോൺഫ്ലോർ ഇട്ട് നന്നായിട്ട് മീൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണണം. കോൺഫ്ലോർ ആയിട്ട് ഉപയോഗിക്കണം, മൈദയല്ല. കോൺഫ്ലോർ ഇട്ടിട്ട് അതിനകത്തേക്ക് ചിക്കൻ പൊടി എന്ന് പറയും, അതായത് ഈ 65 മസാലയുടെ ഒരു പൊടിയുണ്ട്. ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ മസാലകളുടെ ആവശ്യമില്ല കേട്ടോ, എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ മീനിൽ പിടിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ നേരെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മുക്കി പൊരിച്ച് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. രാവിലെ തന്നെ ചെറിയ രീതിയിലുള്ള മഴക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മഴയായിരിക്കോളാന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാട്ടോ. അങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഇവിടെ നമ്മുടെ അടുപ്പത്ത് തിള വന്ന് അറിയണ നമ്മുടെ അടിപൊളി വറ്റക്കറിയുടെ നേരെ ഈ കറി മാറ്റി വെച്ചിട്ട് വേണം ഇനി മീൻ വറക്കാനായിട്ട്. നമുക്ക് അടുപ്പത്തുനിന്ന് മീൻ കറി ഇറക്കിയതിന് ശേഷമാണ് പിന്നെ സവാള എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് താളിച്ച് ഈ മീൻകറിയുടെ മുകളിലേക്ക് ഒഴിക്കണേ കേട്ടോ. എപ്പോഴും മീൻകറി വെക്കാൻ നേരത്ത് ഇതുപോലെ അവസാനമാണ് ഈ താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണത്. അങ്ങനെ ആ പാത്രം മാറ്റി നേരെ നമ്മൾ വറക്കാനായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓയിലൊഴിച്ച് അതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കണം മീൻ നേരെ എടുത്തിട്ട് നന്നായിട്ടൊക്കെ ഇളക്കി ഓരോരോ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ട. എണ്ണയിലൊക്കെ കിടന്ന് ശരിക്കും അങ്ങോട്ട് മുക്കി പൊരിച്ചാണ്ട് എടുക്കണം. വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കണ പോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ സൈഡും ഈ സൈഡും വേവിച്ചെടുക്കുകയില്ല, എണ്ണയിൽ മുങ്ങിയാണ് മീൻ വന്നത്. അങ്ങനെ നമ്മുടെ മീൻ വറുത്തെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണേണ്ട. അപ്പം നല്ല അടിപൊളി മണം കൊണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അധികം മൊരിയിച്ചിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ മൊരിയിച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഒരു കോൺഫ്ലവറും പിന്നെ ആ ഒരു ചിക്കൻ പൊടിയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വേറെ ലെവല് കൊള്ള. എല്ലാവർക്കും ഒരേപോലെ വിളമ്പി വെക്കലൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കഴിക്കട്ടെ. ചോറും കറിയും ഉണ്ടാവും. അപ്പോൾ അതെ, നമ്മുടെ ബോട്ടിലെ എടസ്രാങ്ക് സർവണൻ മീൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തലയുടെ ആളാണ്. അപ്പോൾ തലയാണ് ഈ തപ്പിക്കൊണ്ടിരിക്കണം, പക്ഷെ കിട്ടണല്ലോ കേട്ടോ.
അടിപൊളി വറ്റക്കറി ഉണ്ട്, പിന്നെ വറുത്തണ്ടാ ഓക്കെ. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ വല ഇളക്കാനായിട്ട് വീണ്ടും തുടങ്ങിയിട്ട. പുതിയ സ്ഥലം, പുതിയ കാഴ്ചകൾ, പുതിയ മീൻ. കാഴ്ചകളെല്ലാം ഒന്ന് തന്നെ, കടലല്ലേ, എല്ലാം കാണണം ഒന്ന് തന്നെ. പക്ഷേ മീൻ വന്നത് എങ്ങനത്തെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 5 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് വല നമ്മൾ ഇളക്കി കഴിയുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 8-9 മണിയാവട്ടെ. അതുമാത്രമല്ലാതെ ഓരോ വലയുടെ തുടക്കത്തിലും അവസാനത്തിലും ഇതുപോലത്തെ കൊടിക്കമ്പുകൾ ഉണ്ടാവും. ആ കൊടിക്കമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറുള്ള സംഭവമുണ്ട്, അതാണ് റഡാർ. വല എവിടെയാണ് കിടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റഡാർ നമ്മൾ കൊടിക്കമ്പിൽ കെട്ടിവിടുന്നത്. അത് നമ്മുടെ GPS-നകത്ത് നോക്കാൻ നേരത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫുള്ള് വല എല്ലാവരും കൂടിയും ചേർന്നാണ്ട് ഇളക്കി തീർക്കണത്. ആദ്യം വെയിലുള്ളപ്പോൾ കുറച്ച് പണിയായിരിക്കുള്ളൂ, കാരണം വെയിലും അതുപോലെ നമ്മൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. വെയിലൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ വാശിക്കാണ്ട വല ഇളക്കൽ. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ സ്രാങ്കിൻ്റെ പേര് ജാക്സൺ എന്നാണ്ട. പുള്ളിക്കാരൻ GPS-നകത്ത് നമ്മുടെ ആ ഒരു ഡയറക്ഷൻ നോക്കി വയർലെസ്സിലോട്ടൊക്കെ സംസാരിച്ചിട്ട് നമ്മളിപ്പോൾ ബോട്ട് ഓടിക്കൊണ്ടിരിക്കണം മുന്നോട്ട്, അതായത് വലയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടിൻ്റെ സൈഡിലും വീൽ ഹൗസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് പന്നിക്കോലാനും അതുപോലെ നമ്മുടെ ഈ താവാരെയൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടേണ്ട കൊടിക്കമ്പുകളാണ്ട് ഈ കാണുന്നത്. ഇത്രയും കൊടിക്കമ്പുകൾ നമ്മിങ്ങനെ ഓരോ വലക്കും ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റഡാറില്ലേ, ഈ റഡാർ ഉപയോഗിച്ചാണ് നമ്മുടെ വല എവിടെയുണ്ടെന്ന് നമ്മൾ GPS-നകത്ത് അറിയണേട്ടാ. ഒരെണ്ണത്തിൻ്റെ വില വന്നത് 15,000 രൂപയാണ്. കാണാനായിട്ട് ചെറുതാണെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല വിലയുണ്ട് ഇതിന്. അതുമാത്രമല്ല ഇത് റീചാർജബിൾ ആണ്. പിന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഓണായെന്നുള്ളതിനുള്ള സിമ്പിൾ കേട്ടോ. അപ്പം നമ്മുടെ നാഗരാജണ്ണൻ എങ്ങോട്ടാണ് പോണതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കൊടിക്കമ്പിൻ്റെ കയറ് കൊണ്ടുപോയിട്ട് വലയിൽ കെട്ടാനായിട്ട് കൊണ്ടുപോകണേണ്ട. വലയുടെ ഒരറ്റം എൻഡ് വരുമ്പോൾ ആ ഒരു ബോയനകത്ത് കെട്ടിയാണ് വിടുന്നത് കൊടിക്കമ്പ്. അപ്പോൾ ഇത് ബോട്ടിൻ്റെ പുറത്തേക്ക് കൂടി ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവർ ഈ വലയുടെ ഒരറ്റം എൻഡ് വരാൻ നേരത്ത് നേരെ അത് അതിനകത്തേക്ക് കെട്ടിയിട്ട് നേരെ വലയുടെ ഒപ്പം അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇടും. അത് കഴിഞ്ഞാൽ വല വലിഞ്ഞ അവിടെ എത്തുമ്പോഴേക്കും കൊടിക്കമ്പ് ഇടോട്ടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ സമയം എത്ര പറയും? സമയം ഇപ്പോൾ 8:30 മണിയായിട്ടാണ്. ആഴക്കടലിലേക്ക് ഇങ്ങനെ നോക്കാൻ നേരത്ത് അവിടെ വെട്ടം കാണുന്നുണ്ട്, പക്ഷേ ബാക്കിലേക്ക് നോക്കാൻ നേരത്ത് നല്ല ഇരുട്ടാണ്. അപ്പം നമ്മുടെ അവസാനത്തെ ആ ഒരു റോപ്പും കാര്യങ്ങളെല്ലാം വലയുടെ ഒപ്പം അങ്ങോട്ട് ഇളക്കി വിട്ടേക്കാണ്. ഇനി വലയുടെ ഒപ്പം നമ്മിങ്ങനെ ഒഴുകി കിടക്കും. അവസാനം ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് ആരംഭിക്കോട്ടെ. അപ്പം ഞങ്ങളങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിൽ അധികം കിടക്കാറില്ല, പുറത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കിടക്കണത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഫോണിലാണ്, കാരണം റേഞ്ചൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ സിനിമകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കലാണ്ട പതിവ്. കണ്ട അങ്ങനെ എപ്പോഴോ കിടന്നുറങ്ങി ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വല പിടിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചിട്ട്. അങ്ങനത്തെ ആദ്യത്തെ ചൂര നമ്മുടെ വലയിനകത്ത് വന്നിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്, അത്ര വലിപ്പുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്കിങ്ങനെ നോക്കിക്കാം എപ്പം മീൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഒരുപാട് വല നമുക്ക് കയറാനുണ്ട്. ഈ വല മൊത്തം എടുത്തു കഴിയുമ്പോഴേക്കും നാളെ രാവിലെ ആവട്ടെ 9 മണിയോളം ആവും, ഈ 9-10 മണിയോളം ആവും ഈ വല എടുത്തു കഴിയുമ്പോഴേക്കും. അപ്പം ചൂര ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. ഒരാൾ വീഞ്ചിൻ്റെ ഈ സൈഡിലേക്കും ഒരാൾ അപ്പുറത്തെ സൈഡിലേക്കും. അപ്പുറത്തെ സൈഡിൽ തന്നെ ആൾ ബോയയും അതുപോലെ ആ റോപ്പും വലിച്ചിടും, ഇപ്പുറത്ത് തന്നെ ആൾ വല വലിച്ചിടും. അതുപോലെ ഇത് നേരെ അടിയിലേക്കാണ് ഉണ്ടാവുന്നത്. അടിയിലേക്ക് പോകുമ്പോൾ അടിയിൽ 2 പേരുണ്ടാകും. അവരതുപോലെ തന്നെ വല ഒരു സൈഡിലേക്ക് ഇടും, അതുപോലെ റോപ്പും ബോയെല്ലാം മറ്റൊരു സൈഡിലേക്ക് ഇടോട്ടെ. ഇനി എന്തെങ്കിലും ഉടക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം പൊക്കി വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അവർ ആ ഉടക്ക് നേരെ പിറ്റേ ദിവസം തന്നെ ഇരുന്ന് തുന്നി ക്ലിയർ ആക്കും. അപ്പോൾ അതേ നമ്മുടെ വലയിനകത്തൊരു ചെറിയൊരു ഓലക്കൊടിയം വന്നിട്ടുണ്ട്. അത്ര വലുതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു മീഡിയം സൈസ്.
ഓലക്കൊടിയും കിടക്കണ കിടപ്പ് നോക്കിയേ. അപ്പൊ കടലിൽ ഏറ്റവും വേഗത കൂടിയ മീനുകളിൽ 2ാം സ്ഥാനം എങ്ങാണ്ടുണ്ട് ഈ മീനിന്. അത്രയ്ക്ക് സ്പീഡിലാണ് ഈ സാധനം പോണത്. അതുപോലെ ചൂര, വരയൻ ചൂര എന്ന് പറയുന്ന ചൂര, പിന്നെ ഇതും ചൂര തന്നെയുണ്ട, കേരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതേ നാഗരാജ അവിടെ നിന്ന് വീണ്ടും ചൂരൻ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് കണ്ട. ഞാനപ്പം നാഗരാജിൻ്റെ അടുത്ത് പറഞ്ഞേ ഓലക്കൊടിയൻ്റെ ഓലൊന്ന് വിരിക്കും നമ്മുടെ പ്രേക്ഷകർ കാണട്ടേന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അവനത് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണുന്ന ഓലക്കൊടിയൻ്റെ ഫുള്ള് ആ ഒരു ഓല വിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മയിൽ, ഇവർ പറയണ പോലെ മയിലിൻ്റെ ആ ഒരു പീലി വിളത്തുമ്പോൾ ആ രൂപം കൊണ്ട് ഈ കാണണം. അതേ അടുത്ത് എന്തോ കുടുങ്ങിയിട്ടുണ്ടാ, എനിക്ക് തോന്നുന്നു കോലാനാണെന്ന് തോന്നുന്നു. കോലാൻ തന്നെ, കോലാൻ ഇതേനാ. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള കോലാനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പണിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പണിയുടെ എടുത്ത് പറയുന്നതാണ്, അതായത് നമുക്ക് ആകെ 2.5 മണിക്കൂർ ഒരു ദിവസത്തിൽ ഉറക്കമുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോയിട്ട് നമ്മൾ ഈ വല പിടിക്കാൻ നിൽക്കുമ്പോഴേക്കുള്ളൂ ചിലപ്പോൾ നല്ല തണുത്ത കാറ്റ് വന്നത്. അപ്പോൾ ആ തണുത്ത കാറ്റിൽ നമ്മിങ്ങനെ വിറച്ച് നിൽക്കുമ്പോഴേക്കും നല്ലൊരു കിടിലം മഴ വന്നത്. കാറ്റും മഴയൊക്കെ കടലിൽ വന്നു കഴിഞ്ഞാൽ നമ്മ ഈ കരയിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു കാറ്റും മഴയും അതിൻ്റെ ആ ഒരു പവർ ആയിരിക്കില്ല കടലിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അതോടെ നമ്മുടെ ബോട്ടിൻ്റെ ആടിയുലയിലും തുടങ്ങും. പിന്നെ നമുക്ക് മര്യാദക്കും മനസമാധാനത്തോടെ ഒരു സ്ഥലത്ത് നിൽക്കാനൊന്നും പറ്റൂലട്ടാ. അപ്പോൾ അതേ ബ്ലാക്ക് മാർലിൻ അല്ലെങ്കിൽ ബ്ലൂ മാർലിൻ എന്നൊക്കെ പറയണ കോലാൻ മീനാണ്ടാ നമുക്ക് ഈ കിട്ടിയേക്കണത്. കഴിഞ്ഞ ദിവസത്തെ പോലെ അധികം മീനൊന്നുമില്ല കേട്ടാ. അത് നോക്കിയിട്ട് കാര്യമില്ല, എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടില്ല. വല്ലപ്പോഴും മാത്രം അങ്ങനെയൊക്കെ ലക്കടിച്ച് കയറി വരുള്ളൂ. അപ്പോൾ അതേ കരിപ്പെട്ടിയുണ്ട്, കരിപ്പെട്ടി എന്ന് പറയുന്ന മീനാണ്. ഇവർ ചടയൻ എന്ന് പറയും കേട്ടോ. ആ മീനും പിന്നെ ഒരു ചൂരയും ഉണ്ട് കണ്ട, കരിപ്പെട്ടി. ഇവനങ്ങനെ പെട്ടെന്നൊന്നും ചാവില്ല കേട്ടാ, ജീവനുണ്ടായിന്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചെകിള കിടന്നിങ്ങനെ അനങ്ങനെ കാണാൻ പറ്റും കണ്ട. അയ്യോടാ, അതേടെ ഒരു കുഞ്ഞനാമ നമ്മുടെ വലേനകത്ത് വന്ന് നോക്കി കണ്ട. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ സാധനത്തിനെ പിടിച്ചിട്ടിട്ട് നിങ്ങൾ തന്നെ പിടിച്ചിട്ട് നിങ്ങൾ തന്നെ കടലിലേക്ക് ഇടണമെന്ന്. സത്യത്തിൽ ഈ കടലിനകത്ത് ഇഷ്ടംപോലെ മീനുകളുണ്ട്. നമ്മൾ ഈ കടലിൽ തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ആമനെ പിടിക്കാനല്ല. നമുക്ക് ആവശ്യമില്ലാത്ത മീന അല്ലെങ്കിൽ ആമയെല്ലാം കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നേരെ കടലിലേക്ക് എടുത്ത് കളയോട്ടെ. അപ്പോൾ ഇവനാളൊരു കുഞ്ഞനുണ്ടോ, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് കണ്ട. അപ്പോൾ അത് നമ്മുടെ വലയിൽ വന്നൊരു ടൈഗർ ഷാർക്കാണ്ട് ഈ കാണുന്ന. ജീവനുണ്ട് ഇതിന്. സ്രാവ് എന്ന് പറയുന്ന സാധനം അതൊരു മുതൽ തന്നെയുണ്ട്. കാരണം കടലിൽ നമ്മളെ പങ്കേമയൊക്കെ എന്തെങ്കിലും ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ കടലിൽ ചാടാൻ നേരത്തെ കാലിൻ്റെ അടി കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കും കടലിൻ്റെ അടിയിൽ. അപ്പോൾ ഈ കാലിൻ്റെ അടിയിൽ ഗ്രീസ് പറ്റിയിട്ടായിരിക്കുള്ളൂ വെള്ളത്തിൽ ചാടുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്രാവുകൾ ഈ കാണാൻ നേരത്ത്, ഈ കാലിൻ്റെ അടി തിളങ്ങ കാണാൻ നേരത്ത് ഉമാര് വരും. എന്തിനാണെന്നാ കടിക്കാനായിട്ട്. അപ്പോൾ അത് ഇതിനെ നമ്മൾ നേരെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴോ ഞാൻ കിടന്നുറങ്ങിപ്പോയി. സമയം ഒരു 4 മണിയായപ്പോഴാണ് ഉറങ്ങിപ്പോയത്. കാരണം അവർക്ക് പണിയെടുത്ത പൈസയെങ്കിലും കിട്ടും, പക്ഷെ നമുക്കതില്ല കേട്ടോ, ഫുഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്തോ വലിയ മീൻ കയറിയിട്ടുണ്ട്, അതിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സമയം വലിയ ഉറക്കമൊന്നും ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. 4 മണിക്ക് ഞാൻ കിടന്നിട്ട് ഇപ്പോൾ എണീറ്റേക്കാണ്. 5:45 ഞാൻ എണീറ്റിട്ട. വേറെ വെറൈറ്റി മീനൊന്നുമല്ല, നമ്മുടെ മാർലിൻ എന്ന് പറയുന്ന മീനാണ്ട് കിട്ടിയാണ്. ബ്ലൂ മാർലിൻ, നമ്മുടെ കോലാൻ എന്ന് പറയുന്ന മീൻ. അപ്പോൾ വീഡിയോയിലൂടെ കാണാൻ നേരത്ത് വലിയ സൈസ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ മീന്. അങ്ങനെ അതെ സൂര്യൻ പൊന്തി ഏകദേശം ഒരു മീഡിയം ലെവലിലായിട്ടുണ്ട്. മൊത്തം ചൂട് നമ്മളിലേക്ക് വിട്ടിട്ടില്ല, പയ്യെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ സുരേഷ് അണ്ണനും അതുപോലെ നമ്മുടെ കാസിയും നാഗരാജും എല്ലാവരും കൂടി ഇരുന്ന് വല പിടിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇവരെ സമ്മതിക്കണ്ടേ, ശരിക്കും ഒരു ദിവസത്തിൽ 3 മണിക്കൂറേ ഇവർ ഉറങ്ങുള്ളൂ. അത്ര കഷ്ടപ്പാടിലാണ് ഈ പണി. ശരിക്കും കഷ്ടപ്പാടുണ്ട് ഈ പണിക്ക്,
അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കിട്ടുള്ളൂ. അതാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ വല എന്നൊക്കെ ഇടണ് അന്ന് മാത്രമുള്ള ബാറ്റ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഈ നാടൻ ബോട്ടിൽ നമ്മുടെ കേരളത്തിലെ ബോട്ട് പോലെ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ 500 രൂപ ഇല്ല. നമുക്ക് വല എന്നൊക്കെ ഇടണ് അന്ന് നമുക്ക് 1000 രൂപ ബാറ്റും കിട്ടാം. ബോട്ട് റിവേഴ്സ് കൊള്ളിച്ച് വെച്ചിട്ടുണ്ട്, ഫുള്ള് പതയാണ് ഇവിടെ മൊത്തം. അപ്പോൾ അതേ വല വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് വന്നില്ല കേട്ടോ. എന്തായാലും നോക്കാം. അവസാനത്തെ സെറ്റ് വലയാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കണം. അവസാനത്തെ സെറ്റ് വല നമ്മൾ ഏറ്റവും ആദ്യം ഇട്ടേക്കണേ ഇരിക്കുള്ളൂ. അപ്പോൾ മീൻ കയറിയിട്ടുണ്ടെങ്കിൽ കയറേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ സെറ്റ് വലയിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെ വീണ്ടും ഒരു ഓലക്കൊടിയും നമ്മുടെ വലയിനകത്ത് വന്നിട്ട് അവസാനത്തെ സെറ്റ് വലയിൽ ഓലക്കൊടിയനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചില സമയങ്ങളിൽ ഈ വലയെ നമ്മൾ ഈ ബീഞ്ചിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടു നിൽക്കണ മീനുകളുണ്ടാവും. അതായത് മൊത്തത്തിൽ വലയിൽ കുടുങ്ങിയിട്ടുണ്ടാവില്ല, എന്നാലും ചെറുതായിട്ട് കുടുങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതെന്ത് ചെയ്യും, ഈ ബീഞ്ചിലൂടെ വല പൊന്തി വരുമ്പോഴേക്കും നേരെ വെള്ളത്തിലേക്ക് പോകും. അതുപോലെ ഒരു പന്നിക്കോലാൻ പോയിട്ട് നേരെ നമ്മുടെ നാഗരാജ് വെള്ളത്തിലേക്ക് ചാടിയേക്കണേണ്ടി കാണുന്ന കടലിൻ്റെ ആ ഒരു കളർ നോക്കി കണ്ണീര് കൂട്ടത്തെ വെള്ളം ഉണ്ടാകും. അപ്പോൾ അവന് നേരെ റോപ്പ് ഇട്ട് കൊടുത്തിട്ട് മീൻ നമ്മ കെട്ടി വേറെ റോപ്പിനകത്ത് കെട്ടിയിട്ട് മീൻ പൊക്കി കയറ്റോട്ടെ. ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊമ്പാണ്ട, കൊമ്പിൻ്റെ ആ ഒരു നീളം കണ്ട. അതുപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ശരീരം ഒരു പന്നിനെ പോലെ ഇരിക്കണം. മീറ്റും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അതാണ് ഇതിനെ പന്നിക്കോലാന്ന് വിളിക്കുന്നത് കേട്ടാ. അപ്പം നാഗരാജണ്ണൻ ഇവിടെ നോക്കിയപ്പോഴേക്കും രാവിലത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം എല്ലാവരും വലയെടുത്ത് കഴിയുമ്പോൾ വിശന്ന് പൊരിഞ്ഞായിരിക്കുള്ളൂ തന്നെ, അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടിയ ആ ഒരു വറ്റിയുണ്ടല്ലോ, അത് വെച്ചൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കണം. എന്താണെന്നല്ലേ, പുളിത്തണ്ണി എന്ന് പറയും. പുളിത്തണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയും സവാളയും അതുപോലെ വറ്റൽമുളകും ഉണ്ട്. ബോട്ടിൻ്റെ അമരത്താണ് കിച്ചൺ മണ്ണ്. അപ്പോൾ എപ്പോഴും നല്ല എഞ്ചിൻ്റെ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് കേൾക്കണവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് കളയണേണ്ട. അപ്പോൾ അതെ വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ട് വല പിടിക്കാനുള്ള രീതിയിൽ മാറ്റി സ്രാങ്ക് ഓടിച്ചുകൊണ്ടിരിക്കണേണ്ടി കാണുക. പുളിത്തണ്ണി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ. ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നേരെ വറ്റൽമുളകും അതുപോലെ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്ന് വാട്ടിയെടുക്കുക അങ്ങോട്ട്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ വാളംപുളി ഇട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളം നേരെ ഈ ഒരു സവാളയിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചുപ്പും കൂടി ഇട്ട് നല്ല തിളവന്നെ വരെ നോക്കിയിരിക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ നേരെ അതിലേക്ക് ഇടുക. നന്നായിട്ട് വറ്റിച്ച്, അതായത് ആ വെള്ളം മൊത്തം വറ്റിച്ച് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിത്തണ്ണി എന്ന് പറയുന്ന സംഭവം ഇവിടെ റെഡി ആവട്ടെ. പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അടിക്ക് പിടിക്കാണ്ട് നോക്കണം. അതുപോലെ സ്പൂണിട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഈ ബോട്ടിൽ പോണ അണ്ണന്മാരുടെ സ്പെഷ്യൽ ഡിഷാണെന്നാണ് പറയണത്. അതായത് തമിഴ്നാട്ടിൽ ഈ ബോട്ടിൽ പോണ അണ്ണന്മാരുടെ സ്പെഷ്യൽ ഡിഷാണ് ഇത്. കൂടുതലും കഞ്ഞിയുടെയൊക്കെ ഒപ്പമാണ് കഴിക്കണത്. എന്തായാലും സംഭവം വെറൈറ്റി ആണ്ട. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിത്തണ്ണി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വറ്റ മീനില്ലേ അതിനെ ഈ പുളിയിലിട്ടിട്ട് സവാളയും വറ്റൽമുളകും മാത്രം ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനെ കഞ്ഞിയുടെ ഒപ്പമാണ് നമ്മൾ കഴിക്കണത് കേട്ടോ. നോക്കി
എടുത്തിട്ട് സംഭവം അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തമിഴ്നാട് സ്പെഷ്യലാണ് ഉള്ള. എന്നാ മതാ സാപ്പിടുക്ക് നാണമാ. ഇതാണ് നമ്മുടെ പുളിത്തണ്ണി എന്ന് சொன்னது. പുളിത്തണ്ണി എന്ന് പറയുന്നത് ഇതാണ്ട വറ്റൽമുളക്, പുളിത്തണ്ണി, അതുപോലെ കഞ്ഞി. എന്താ നല്ല ടേസ്റ്റാണ് ഈ സാധനം. തമിഴ്നാട് സ്പെഷ്യലാണ്. എല്ലാവരും ഒരുമിച്ചിരുന്നല്ലേട്ടാ ഭക്ഷണം കഴിക്കണത്. ചിലവർ ഇങ്ങനെ വന്ന് പണിയുടെ അനുസരിച്ച് ഇങ്ങനെ മാറി മാറി വന്നാണ് കഴിക്കണത്. അപ്പോൾ യാത്രകൾ വീണ്ടും തുടരുന്നു. വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കുള്ളൂ. ടാറ്റാ.